ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നലെ നമ്മൾ ഒരു വിഷയം സംസാരിച്ചായിരുന്നു. അതായത് സിന്ധു കൃഷ്ണയുടെ അമ്മയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. സിന്ധു കൃഷ്ണയുടെ അമ്മയുടെ ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തു വന്നിരുന്നു. അതായത് ഇത്രയും അത് നല്ല പ്രായമുള്ള ഒരു അമ്മയാണ് അവർ. ആ അമ്മാമ്മൻ ഇപ്പോൾ ആരും നോക്കുന്നില്ല, വിളിക്കുന്നില്ല, സംസാരിക്കുന്നില്ല എന്നൊരു സങ്കടം പുള്ളിക്കാരി കരഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ക്ലിപ്സ് എല്ലാം പുറത്തു വന്നിരുന്നു. അതിട്ടത് ഈ അമ്മയുടെ തന്നെ, അതായത് സിന്ധു കൃഷ്ണയുടെ സഹോദരിയായ സഹോദരിയുടെ മകളാണ് അത് പുറത്തുവിട്ടത്. തൻവി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് പുറത്തുവിട്ടത്. അപ്പൊ അതിനെ സംബന്ധിച്ച് അഹാന കൃഷ്ണ, അതായത് സിന്ധു കൃഷ്ണയുടെ മൂത്ത മകളായ അഹാന കൃഷ്ണ അതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സംസാരിക്കാം. സോ കപ്പിൾ ഓഫ് തിങ്സ് ഞാൻ ഓരോ വിഷയമായിട്ട് ടച്ച് ചെയ്യാം. വൺ ഈസ് എൻ്റെ അമ്മുമ്മ. എന്തുകൊണ്ടാണ് നിങ്ങളാരും അമ്മുമ്മയെ കാണാൻ പോകാത്തത്? അമ്മുമ്മ അവിടെ ഒറ്റയ്ക്ക് ഒരു വലിയ വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അമ്മുമ്മ അങ്ങനെ, നിങ്ങൾ എന്തുകൊണ്ട് അമ്മുമ്മയെ തിരിഞ്ഞു നോക്കുന്നില്ല? ഐ ടെൽ യു സംതിങ് വെരി ക്ലിയർലി. ഐ റിയലി ഡോണ്ട്, ഐ വിഷ് ഐ ഡിഡ്ന്റ് ഹാവ് ടു ഡു ദിസ്. പക്ഷേ നമ്മളും അമ്മുമ്മയായിട്ട് കോൺടാക്ട് ഇല്ലാത്തതിനും അപ്പൂപ്പൻ മരിക്കുന്നതിനും ഒരു ബന്ധമുള്ള കാര്യമില്ല. അമ്മുമ്മയും നമ്മളുമായിട്ടുള്ള കോൺടാക്ട് കട്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഇസ് ഓൺ ദ 31st of October 2025, 1 day before ഇഷാനീസ് ബർത്ത്ഡേ. ഇഷാനിയുടെ ബർത്ത്ഡേ പാർട്ടിയിൽ അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മുമ്മയും വരാനിരുന്നതാണ്. ഒരു അമ്മുമ്മയായിട്ടൊരു മാസീവ് ഫോൾ ഔട്ട് സംഭവിച്ചത് കൊണ്ടാണ് അവർ വരാതിരുന്നതും. പിന്നെ ഞാൻ അമ്മുമ്മയെ നമ്മളെല്ലാവരും കാണുന്നത് തന്നെ അപ്പൂപ്പ മരിക്കുന്ന ദിവസമാണ്, വിച്ച് ഇസ് ഓൺ ദ 29th of March 2026. എൻ്റെ അമ്മുമ്മേനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് കുറ്റമൊന്നും പറയാൻ വലിയ ആഗ്രഹമില്ല. പക്ഷേ ഷീസ് എ വെരി പ്രോബ്ലമാറ്റിക് പേഴ്സൺ. ഷീസ് എ വെരി ഡിഫിക്കൽട്ട് ടു അഡ്ജസ്റ്റ് പേഴ്സൺ. ഐ വെരി ബാഡ്ലി ഫീൽ സോറി. ഐ റിയലി ഫീൽ വെരി സാഡ് ഫോർ മൈ മദർ. കാരണം എൻ്റെ അമ്മ ഒരു ഗ്രേറ്റ് മദറാണ്. സോ യൂഷ്വലി ഇപ്പം ഞാൻ നാളെ എൻ്റെ കുട്ടികളോട് ഒരു നല്ല അമ്മയാണെങ്കിൽ ദാറ്റ് ഇസ് പ്രോബബ്ലി ബിക്കോസ് ഐ ഹാഡ് എ ഗുഡ് മദർ ആൻഡ് ഐ സോ വാട്ട് ഇറ്റ് ഇസ് ടു ബി എ ഗുഡ് മദർ ആൻഡ് ഗിവ് മദർലി ലവ്. ആ സ്നേഹം ഞാൻ ചിലപ്പോൾ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കുമായിരിക്കും. അമ്മ നമുക്ക് ഒരുപാട് മദർലി ലവ് തരാറുണ്ട്. നമ്മൾ എപ്പോഴും വിചാരിക്കാറുണ്ട് അമ്മ അത് എവിടെ നിന്ന് കണ്ടുപഠിച്ചു, അല്ലെങ്കിൽ കാരണം അമ്മയ്ക്ക് അത് ലൈഫിൽ കിട്ടിയിട്ടില്ല. പക്ഷേ അത് മേ ബി അമ്മയൊന്നും അത്രയും റിയലൈസ് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും. ബിക്കോസ് മൈ ഗ്രാൻഡ് ഫാദർ വാസ് എ വെരി ഗുഡ് പാരന്റ്. ഹി വാസ് ഡൂയിങ് എവറിത്തിങ് എ റിയലി ഗുഡ് പാരന്റ് ഷുഡ് ഡു. അപ്പോൾ അമ്മയ്ക്ക് കൊച്ചിലേ തൊട്ടേ അമ്മ എപ്പോഴും ഒരു വെരി ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ പ്രോബ്ലമാറ്റിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒരാളാണ്. അത് നമുക്കൊക്കെ കൊച്ചിലെ കുഞ്ഞുനാൾ തൊട്ടേ അമ്മമ്മയുടെ. ഞാൻ ഇന്നലെ ആ വീഡിയോയിൽ പറഞ്ഞത് വളരെയധികം മാന്യമായിട്ട് എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ സിന്ധു കൃഷ്ണയെ കുറ്റപ്പെടുത്താതെ ഉള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. പക്ഷേ ഇന്ന് അഹാനയുടെ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കണ്ടപ്പോഴത്തേക്കും ശരിക്കും അതിന് നമ്മൾ റിയാക്ട് ചെയ്യണമെന്ന് തോന്നിപ്പോയി. കാരണം അഹാന അത്രയും മോശമായിട്ടാണ് പറയുന്നത്, ആ അമ്മാമ്മയെ കുറിച്ച് പറയുന്നത്. അതിന് ഒത്തിരി പേര് വന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ സപ്പോർട്ട് ചെയ്യുന്നവരെ എന്തുകൊണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. അഹാന പറയുന്ന ഓരോ കുറ്റങ്ങള്, ആ അമ്മാമ്മനെ കുറിച്ച് പറയുന്ന ഓരോ കുറ്റങ്ങൾ പറഞ്ഞത് കേട്ടിട്ടാണോ നിങ്ങൾ വന്ന് സപ്പോർട്ട് ചെയ്യണത്? അതിനകത്ത് ഒരു കമന്റ് വന്നിരിക്കുന്നത്, സിന്ധു കൃഷ്ണ പറയാറുണ്ട് അമ്മുവിനെ പോലത്തെ ഒരു കുട്ടി എല്ലായിടത്തും എല്ലാ വീടുകളിലും വേണമെന്ന്. ഇതുപോലെ ഒരു പെൺകുട്ടിയോ? കഷ്ടം. അഹാനയുടെ അടുത്തൊക്കെ ഒരു റെസ്പെക്ട് ഉണ്ടായിരുന്നു. ആ റെസ്പെക്ട് ഒക്കെ ഈ ഒരു ഇതിലൂടെ പോയി കിട്ടിയെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഇപ്പൊ അഹാനെ ഇഷ്ടപ്പെടുന്നവർ മിക്കവരും എനിക്കെതിരായിട്ട് വന്ന് പറയുമായിരിക്കും. പക്ഷെ എനിക്ക് പറയാനുള്ളത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഫസ്റ്റ് തന്നെ ഈ വീഡിയോയുടെ ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യണത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഫാമിലി കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ ഇതിനകത്ത് പറഞ്ഞു വെക്കാൻ നോക്കുന്നില്ല. അഹാന പറയുന്ന കാര്യങ്ങളാണ് പറഞ്ഞു വെക്കാൻ നോക്കുന്നില്ല. ഈവൻ 1 week കൂടി വന്നാൽ അതിനുള്ളിൽ ഞാൻ ഈ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തിരിക്കും എന്നാണ് അഹാന പറയുന്നത്. അഹാന അങ്ങനെ ഒരു കാര്യം ചോദിക്കട്ടെ, അഹാന അങ്ങനെയാണെങ്കിൽ എന്തിനാണ് മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടിരിക്കുന്നത്? ഓഫ് ആക്കി ഇടാൻ പാടില്ല, എന്നിട്ട് വീഡിയോ ചെയ്യാൻ പാടില്ല. ഇപ്പോഴത്തെ ആഡ്സ് ഒക്കെ റൺ ചെയ്യുന്നുണ്ടല്ലോ. എന്നാ അങ്ങനെ ചെയ്തിട്ടാ പോരെ. ഈ വലിയ വീരവാഗ്ദാനം അടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് അങ്ങ് ഡിലീറ്റ് ആക്കും അത്രേ. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ അന്ന് ആ മോണിറ്റൈസേഷൻ ഓഫ് ആക്കിയിട്ട് നിങ്ങൾ ഈ വന്ന് വലിയ ഇത് അങ്ങ് പറയാൻ നോക്ക്. അതേപോലെ തന്നെ ഇതില് അഹാനയെ കുറിച്ചല്ല സംസാരിച്ചിരിക്കുന്നത്, ആ അമ്മയുടെ മകൾ എന്ന് അവകാശപ്പെടുന്ന സിന്ധു കൃഷ്ണയാണ്. അപ്പൊ സിന്ധു ആണ് ഇതിൽ വന്ന് സംസാരിക്കേണ്ടത്. അതിന് പകരം അഹാന വന്ന് സംസാരിച്ചിട്ട് എന്താ കാര്യം ഇരിക്കണം? സിന്ധു കൃഷ്ണ അവിടെ നിന്ന് എന്താ പറ, നീ എന്റെ അമ്മേനെ പറ്റിയുള്ള കുറ്റങ്ങൾ പറ, എന്റെ അമ്മേനെ പറ്റിയുള്ള കുറ്റങ്ങൾ പറ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം തോന്നിപ്പോയി. എന്താണെന്നറിയാമോ? സ്വന്തം അമ്മയെ പറ്റിയത്, സ്വന്തം മക്കളായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, കുറ്റം പറയുന്ന അവിടെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈവൻ ഞാനും ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഞാനും എൻ്റെ എൻ്റെ ബ്രദറും തമ്മിൽ എൻ്റെ മാതാപിതാക്കൾ, ഞങ്ങളുടെ പാരൻസിനെ കുറ്റം പറയും. എൻ്റെ ബ്രദറൊന്നും എന്തെങ്കിലും അവർ ചെയ്ത തെറ്റുകളെ കുറിച്ച് ഭയങ്കര മോശമായിട്ട് സംസാരിക്കണം ഞാൻ സമ്മതിക്കത്തില്ല. എൻ്റെ അമ്മേനെയും എൻ്റെ അച്ഛനെയും ആരും മോശമായി സംസാരിക്കണം എൻ്റെ മുൻപിൽ വെച്ച് സംസാരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അവര് ചെയ്ത്
തെറ്റുകൾ പറയാം. ഇതില് അഹാനെ എങ്ങനെ സംസാരിക്കാം, അവരങ്ങനെയാണ്, അവരിങ്ങനെയാണ്, അവരെന്നെ മറ്റേത് ചെയ്തു, എന്നെ മറിച്ച് ചെയ്തു, എന്നോട് ഭയങ്കര മോശമായിട്ട് സംസാരിച്ചു. അത്രയും ഈ സോഷ്യൽ മീഡിയയുടെ മുമ്പിലാണ് ആ അമ്മേനെ അങ്ങ് ഇട്ട് കൊടുക്കുക. അത് കേട്ട് സിന്ധു അവിടെ ഇരിക്കുന്നു. സിന്ധു അല്ല, സിന്ധു കൃഷ്ണ അവിടെ ഇരിക്കുന്നു. ശരിക്കും എനിക്ക് കേട്ട് അത്ഭുതമായിപ്പോയി. ഞാൻ സമ്മതിക്കത്തില്ല. എൻ്റെ ഒരു പാരന്റിനെ കുറിച്ചിട്ട് ഒരാളും, ഞാനല്ലാതെ ഞാൻ പറയും. പക്ഷെ അതിനെ മറ്റൊരാൾ പറയാൻ ഞാൻ സമ്മതിക്കത്തില്ല. അത് കേട്ട് കഴിഞ്ഞാൽ എന്റെ വളർന്നു വന്ന കുഞ്ഞ് പറയാൻ പോലും ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ പാരന്റ്സിന് അത് തെറ്റുണ്ടാവുമായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നും പറഞ്ഞിട്ട് അവരെ കുറ്റപ്പെടുത്താൻ ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല എന്റെ മുമ്പിൽ വെച്ചിട്ട്. അതെല്ലാം കേട്ടുകൊണ്ട് ഇനിയും പറയുമോളെ എന്ന് അവിടെ നിന്ന് ഒരാള് പുഷ് ചെയ്യണേ. അവിടെ ആര്? ഈ അമ്മാമ്മയുടെ മകള് സിന്ധു കൃഷ്ണൻ. എനിക്ക് ശരിക്കും അത് ഭയങ്കരമായിട്ട് അതിശയമായി പോയിട്ട്. ഇങ്ങനെയും മക്കളുണ്ടോന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് എന്റെ അമ്മയാണ്, എന്റെ അച്ഛനാണെന്നൊക്കെ ഒന്ന് പറയുന്നുണ്ട്. അതിനിടയ്ക്ക് അഹാന പറയുന്നുണ്ട് അപ്പൂപ്പൻ വളരെ നല്ലതാണ്, വളരെ നല്ല മനുഷ്യരാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ അപ്പം മരിച്ചു പോയിക്കൊണ്ട് ഇനിയിപ്പോ ഒന്നും പറയത്തില്ല. ഇത്രയും നാളും അഹാനയും ഈ പറയുന്ന ഫാമിലീസ് മുഴുവൻ വന്ന് ഈ അതായത് ഈ അപ്പൂപ്പനെ അമ്മാമ്മനെയും കാണിച്ചുകൊണ്ട് എന്താ ഞങ്ങളുടെ ഭയങ്കര നല്ല ഫാമിലിയാണ്, ഞങ്ങളുടെ മറ്റേയാണ് മറിച്ചാണെന്നൊക്കെ ഒന്ന് പറഞ്ഞത്. തൻവി ഈ വീഡിയോ ഇട്ടത് എന്തിനു വേണ്ടിയാണ്, റീച്ചിന് വേണ്ടിയാണോ എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. മേ ബി റീച്ചിന് വേണ്ടിയായിരിക്കും ഇതൊരു കോണ്ടന്റ് ആക്കണമെന്ന് ചോദിച്ചാൽ കോണ്ടന്റ് ആക്കുക പ്ലസ് ഇതൊരു പ്രശ്നമാക്കുക എന്നൊരു തോട്ട് വെച്ചിട്ട് തന്നെ ആയിരിക്കും തൻവി മേ ബി ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. അതൊക്കെ അവരുടെ കാര്യം. പക്ഷേ ഇതിലെനിക്ക് അത്ഭുതം തോന്നിയെന്ന് പറയാം, എനിക്ക് ഒട്ടും യോജിച്ചു പോകാൻ പറ്റാത്തെന്ന് പറഞ്ഞാൽ ഈ അഹാനയുടെ മുമ്പിലിരുന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ അഹാനയ്ക്ക് സ്വന്തം അമ്മയെ കുറ്റപ്പെടുത്തിയത് ഇഷ്ടപ്പെട്ടില്ല. അതായത് നാട്ടുകാരെ മറ്റുള്ളവരൊക്കെ കുറ്റപ്പെടുത്തിയത് ഇഷ്ടപ്പെട്ടില്ല. ഈ പറയുന്ന അമ്മയെ കുറ്റപ്പെടുത്തിയത് അഹാനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതേ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളല്ല ഈ സിന്ധു കൃഷ്ണ എന്ന് പറയുന്നത്. ഈ സിന്ധു കൃഷ്ണയുടെ മുമ്പിൽ വെച്ചിട്ടല്ലേ ഈ അഹാന സ്വന്തം ഈ സിന്ധു കൃഷ്ണയുടെ അമ്മേനെ ഈ കിടന്നിട്ട് ഈ ചെറുതാക്കി നാട്ടുകാരുടെ മുമ്പിൽ അവർ അത്രയും ഒരു മോശപ്പെട്ട സ്ത്രീയായിട്ട് ഈ ചിത്രീകരിക്കുന്നത്. എന്തുകൊണ്ട് സിന്ധു കൃഷ്ണ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല? എന്തുകൊണ്ട് സിന്ധു കൃഷ്ണ അതിനെ കുറിച്ച് പ്രതികരിക്കുന്നില്ല? എനിക്ക് ശരിക്കും അത്ഭുതമായി പോയി. ഒരു അമ്മേനെ പറ്റിയും കൊച്ചുമോളെ ഇങ്ങനെ പറയുന്നത് അതും കേട്ട് അമ്മ അങ്ങ് കൈകൊട്ടുക. അതായത് കൈകൊട്ടുക എന്ന് ഉദ്ദേശിക്കുന്ന അമ്മ അതിനെ പ്രോത്സാഹിപ്പിക്കണം. നീ പറഞ്ഞോ അവരെല്ലാ കുറ്റം നീ പറഞ്ഞോളാൻ പറഞ്ഞു. അതുപോലെ തന്നെ അഹാൻ ഈ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ സിന്ധു കൃഷ്ണ എന്ന് പറയുന്ന അമ്മേനെ ഈ അമ്മാമ്മ നോക്കിയിട്ടില്ലെന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവനൊരു 18 വയസ്സായപ്പോഴാണ് അഹാനയുടെ അമ്മയെ സിന്ധു കൃഷ്ണനെ ഈ കൃഷ്ണന്മാര് വിവാഹം കഴിച്ചെന്നിരിക്കട്ടെ. ഈ 18 വയസ്സ് വരെ എന്തൊക്കെ വന്നാലും ഈ അമ്മ നോക്കണം. അല്ലാതെ വളർന്ന് വലുതാവുന്നില്ല. ആ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോഴാണ് ഈ കൊച്ചിനെ ആ കുഞ്ഞിനെ നോക്കിയാലല്ലേ വളരുള്ളൂ. ഈ മക്കളോടൊരു സ്നേഹമില്ലാത്തൊരു അമ്മയാണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആ വയറ്റിലിരിക്കുമ്പോ തന്നെ ആ കുഞ്ഞില്ലാതായി പോകും. ആ അമ്മ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ട് ആ അമ്മയ്ക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം എല്ലാം കൊടുത്തിട്ട് പോലും പറയുകയാണ് അമ്മാമ്മ കൊള്ളില്ല എന്ന്. പൊന്നു സിന്ധുകൃഷ്ണൻ, നിങ്ങളോട് ശരിക്കും അത്ഭുതം തോന്നുന്നു. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ സ്വന്തം അമ്മയെ കുറ്റപ്പെടുത്തുന്നത് ഇങ്ങനെ കേൾക്കാൻ നിങ്ങൾക്ക് തോന്നിയത്? അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് സംസാരിക്കണം. അമ്മയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ട്, അപ്പൊ പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളാണ്, ഇത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അഹാനയ്ക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഈ പ്രായമായി കഴിയുമ്പോൾ നീയും നാളെ അഹാന കൃഷ്ണ എന്ന് പറയുന്ന നിങ്ങളും നാളെ പ്രായമാവും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ വിഷമത എന്താണെന്ന് മനസ്സിലാവും. നമ്മുടെ മുൻപിൽ നമ്മുടെ വീടുകളിലും മറ്റും ഏതെങ്കിലും പ്രായമുള്ളവര് താമസിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇപ്പൊ എൻ്റെ ഒരു കസിന്റെ വീട്ടില്, എൻ്റെ പ്രസന്റില് ഞങ്ങളുടെ ഇവിടെ ആരും അങ്ങനെ ഇല്ല. പക്ഷെ എൻ്റെ ഒരു കസിന്റെ വീട്ടില് ഒരു അമ്മാമ്മയുണ്ട്. ഞാനൊക്കെ അവിടെ വല്ലപ്പോഴും കയറി ചെല്ലുന്ന, എനിക്ക് തോന്നുന്നു ഇയർലി വല്ലതൊക്കെ കയറി ചെല്ലുന്ന. പക്ഷെ ഞങ്ങൾക്കൊക്കെ അറിയാം, ഞങ്ങൾക്കൊക്കെ അറിയാം. അവര് അന്നേരം നമ്മളെ കാണുമ്പോൾ നമ്മളോട് പെരുമാറുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്തോ അവരോട് എന്തോ വലിയ കുറ്റം ചെയ്തു എന്ന രീതിയിലാണ്. എന്നെയൊക്കെ കുഞ്ഞുനാളിൽ കണ്ടേക്കണ ഒരു ഇതേ ഉള്ളൂ. പക്ഷെ അവർക്ക് അറിയാം ഞാൻ ആരാണ്, എങ്ങനെയാണ്, ഞങ്ങളുടെ റിലേഷൻ എങ്ങനെയെന്നൊക്കെ ആ അമ്മമ്മയ്ക്ക് അറിയാം. പക്ഷെ നമ്മളോട് പെരുമാറുന്നത് കണ്ടാൽ ഞങ്ങളെന്തോ അവരോട് ഭയങ്കര വലിയ കുറ്റം ചെയ്തു എന്നുള്ള രീതിയിലേക്ക് അത് നമ്മള് അത്രയും മോശമായിട്ട് അവർ സംസാരിക്കും. അപ്പൊ ഞാനൊക്കെ വിചാരിക്കും എന്റെ ദൈവമേ, ഈ ചേട്ടനും ഈ ചേച്ചിയൊക്കെ എങ്ങനെ ഈ അമ്മാമ്മയുടെ കൂടെ കഴിയുന്നു എന്ന് വിചാരിക്കും. പക്ഷെ എന്താ, പ്രായമാവാൻ നേരത്തെ എല്ലാവരും അങ്ങനെയാ. കാരണം നമ്മുടെ മെന്റൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാണ്, മെന്റൽ സ്ട്രെങ്ത് അത് നഷ്ടപ്പെടും.
അത് മനസ്സിലാക്കാനാണ്. നമുക്ക് ഓരോ പ്രായം കഴിയുമ്പോൾ നമുക്ക് ആ പ്രായത്തിൻ്റെതായ മാറ്റങ്ങൾ നമുക്ക് വരും. ഉം. അത് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് പോലും ഈ അഹാന കൃഷ്ണയ്ക്കും ഈ സിന്ധു കൃഷ്ണ എന്ന് പറയുന്ന ആ അമ്മാമ്മയുടെ അമ്മയ്ക്കും സോറി മകൾക്കും ഇല്ല എന്ന് വിചാരിക്കുമ്പോൾ ശരിക്കും നിങ്ങളോട് പുച്ഛം തോന്നുക. എന്തുമായിക്കോട്ടെ, ആ അമ്മാമ്മ ഈ പറയുന്നുണ്ട് വളരെയധികം മോശമായിട്ട് അഹാനയോടോ ഇവരുടെ കുടുംബത്തിൽപ്പെട്ട ആരോടോ പെരുമാറി എന്ന് പറയുന്നുണ്ട്. അത് അവരുടെ പ്രായത്തിന്റെ ഒരു എന്താ പറയണത്, ആ പ്രായത്തിന്റെ ഒരു ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത നിങ്ങളുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം തോന്നുന്നു. ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യന്റെ അവിടെ കരുണ കാണിക്കേണ്ട രീതി. അതേപോലെ തന്നെ ഈ സംഭവം ഈ അഹാനയും ഈ പറയുന്ന തൻവി എന്ന് പറയുന്ന രണ്ടുപേരും കൊച്ചുമക്കളാ ഇവരുടെ. ഈ കൊച്ചുമക്കള് ഈ തൻവിയുടെ വീഡിയോയിൽ തൻവി പറയുന്നത് എന്റെ അമ്മാമ്മയ്ക്ക് പ്രായത്തിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. അതായത് അമ്മാമ്മയ്ക്ക് കുറച്ച് വൃത്തിയുടെ കുറച്ച് ശീലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് നമുക്ക് ഇറിറ്റേറ്റ് ആവുന്ന രീതിയിലായിരിക്കും. അപ്പൊ അമ്മാമ്മയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് അമ്മമ്മയുടെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിൽ കരുണയോടെയാണ് ഈ പറയുന്ന തന്മി അത് നമ്മളിലോട്ട് എത്തിക്കുന്നത്. പക്ഷെ അഹാന പറയുന്ന അവരങ്ങനെയാണ്, അവരിങ്ങനെയാണ്, അവര് മറ്റേ എന്തോ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിലാണ് അഹാന വന്ന് പറയുന്നത്. അതായത് എന്തോ റിവെഞ്ച് വെച്ച് പുലർത്തുന്ന ആ അമ്മാമ്മ അന്ന് എന്തോ പറഞ്ഞതിന് അഹാനയുടെ മനസ്സിലെന്തോ വലിയൊരു റിവെഞ്ചാണ് അവരോട്. ആ രീതിയിലാണ് അഹാന ഇവിടെ വന്ന് പറയുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയത്. ഇപ്പൊ ഒരുപാട് പേര് അഹാനയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ഇടുന്നുണ്ടോ, ശരിയാണല്ലേ. പക്ഷെ നിങ്ങളൊക്കെ ആലോചിക്കണം, നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രായമായുള്ള ഒരു അമ്മയുണ്ട്, അപ്പൊ അവര് ഇങ്ങനെ പെരുമാറിയത് നിങ്ങൾ ഇത്രയും ക്രൂരമായിട്ടാണോ നിങ്ങൾ പെരുമാറുന്നത്? ആ അമ്മാമ്മ അന്ന് ചെയ്തു വെച്ചിട്ട്, അതായത് ഈ ഇവര് പറഞ്ഞ October 31 എന്തോ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അന്ന് ചെയ്ത അതേ ഇതിലങ്ങ് വെച്ചിട്ട് അങ്ങ് പെരുമാറി. അന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവര് ഫാമിലി ഗ്രൂപ്പിൽ അങ്ങാണ്ട് അഹാന പറയുന്നുണ്ട്, ഞാൻ ഇനി ഇവരോട് യാതൊരുവിധ കണക്ഷൻ വെക്കണം, നിങ്ങൾക്ക് വെക്കണമെങ്കിൽ വെക്കാം. ഞാൻ ചോദിക്കട്ടെ സിന്ധുകൃഷ്ണ, നിങ്ങൾ നിങ്ങളുടെ അമ്മയല്ലേ എന്തൊക്കെ വന്നാലും ആ അമ്മനെ നോക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് ജന്മം തന്നവരാ. അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് എന്തൊക്കെ വന്നാലും ഉണ്ട്. നിങ്ങൾ ഇവിടെ വന്നിട്ട് വാട്സപ്പിലല്ല, നിങ്ങൾ ഓൺലൈൻ നിങ്ങൾ ആ ബില്ലടക്കുന്നു ഈ ബില്ലടക്കുന്നു, അത് ആർക്കും ചെയ്യാൻ പറ്റും. ഇവൻ ഒരു എബ്രോഡ് നിൽക്കുന്ന മക്കൾക്കാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ നാട്ടിലുണ്ടായിട്ട് ആ അമ്മയുടെ സുഖവിവരങ്ങൾ പോയി അന്വേഷിക്കുക. അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മൾ അവിടെ ചെല്ലണം, അതാണ് ചെയ്യേണ്ടത്. അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ പോട്ടെ, സ്വന്തം അമ്മയല്ലേ. നിങ്ങൾക്ക് എന്നാലും ഒരു വയസ്സ് വരെയെങ്കിലും അവര് നിങ്ങൾ ഫീഡ് ചെയ്തിട്ടുണ്ടാവില്ലേ, അതിൻ്റെതായ ഒരു നന്ദി നിങ്ങൾ അവരോട് കാണിക്കണം. അതാ നിങ്ങൾ ഓർക്കേണ്ടത്. നിങ്ങൾ ഒരു 2 വയസ്സ് വരെ അല്ലെങ്കിൽ 3 വയസ്സ് വരെ നിങ്ങൾ ഒരു പ്രത്യേകം ഒരു കെയർ കൊടുക്കേണ്ട ഒരു പ്രായം ഉണ്ടല്ലോ, ആ പ്രായം വരെ നിങ്ങൾ നോക്കിയിട്ടില്ലേ, അതെങ്കിലും ഓർക്കണം. നിങ്ങൾ അത്രയും നിങ്ങൾ നോക്കിയിട്ടില്ലെന്ന് അഹാന കൃഷ്ണ കിടന്ന് വാദിക്കുന്നുണ്ട്. അഹാന കൃഷ്ണയ്ക്ക് ഇതെങ്ങനെ അറിയാം? നിങ്ങൾ പറഞ്ഞുള്ള ഒരു അറിവല്ലേ ഉണ്ടാവുള്ളൂ. അഹാന കൃഷ്ണ കണ്ടിട്ടുണ്ടോ ഈ വളർത്തിയിട്ടില്ല എന്നൊക്കെ പറയാൻ നേരത്ത്? അത്രയും മോശമായിട്ടാണ് ആ അമ്മാമ്മനെ കുറിച്ചിട്ട് അഹാനകൃഷ്ണൻ വന്ന് വീഡിയോസിലൊക്കെ വന്ന് പറയുന്നത്. അതും കേട്ട് അമ്മ സപ്പോർട്ട്. എനിക്ക് അതായത് അമ്മാമ്മനെ കുറിച്ച് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, എനിക്കത് സിന്ധുകൃഷ്ണയുടെ ഡിഗ്നിറ്റി വേണം എന്നാണ് സിന്ധുകൃഷ്ണൻ അതിൽ ആഗ്രഹിക്കുന്നത്. എന്തുമാത്രം സെൽഫിഷ് ആണെന്ന് ഓർത്തു നോക്കിക്കും ഇവരൊക്കെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് അഹാനയ്ക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടല്ലോ, അവരോടൊരു കാര്യം ഞാൻ പറയട്ടെ. നമ്മുടെ വീട്ടില് നമുക്കൊരു ഗ്രാൻഡ് പാരൻസ് ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി അവരുടെ സ്വഭാവത്തിന് മാറ്റങ്ങൾ സംഭവിക്കും. അവരുടെ മെന്റൽ സ്ട്രെങ്ത്, അവർ പണ്ടുണ്ടായ മെന്റൽ സ്ട്രെങ്ത്തും കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. അവർ ഒറ്റപ്പെടുന്ന നേരത്ത് അവരുടെ മൈൻഡ് നമ്മൾ ടോട്ടലി മാറും. അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വേണം. എന്നിട്ട് വേണം നിങ്ങൾ ഇതുപോലെ ബുദ്ധിശൂന്യമായ കമന്റ്സ് ഒക്കെ വന്നിടാനായിട്ട്. അതായത് ഒരു ഫെയിമിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അഹാന പറയുന്നത് എല്ലാം ശരിയാണെന്ന് കണ്ണുടച്ചങ്ങ് വിശ്വസിക്കരുത്. ഞാൻ തൻവി പറയുന്നതിന് ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. തൻവി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് അറിയത്തില്ല. അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു കണ്ടന്റ് ആക്കിയതിൽ എനിക്ക് ഒരു താല്പര്യമില്ല. ആ അമ്മമ്മ ഫോൺ വിളിച്ച് പറയുന്നതിൽ ഒരു കണ്ടന്റ് ആക്കിയിട്ടതിന് നമുക്ക് താല്പര്യമില്ല. പക്ഷെ എന്തുകൊണ്ടോ മേ ബി ഈ സിന്ധുകൃഷ്ണ യാതൊരുവിധ രീതിയിലും തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട് തന്നെ ആയിരിക്കണം അതൊരു കണ്ടന്റ് ആണെങ്കിൽ ആയിക്കോട്ടെ, ഈ പറയുന്ന തന്മയ്ക്കും റീച്ച് കിട്ടും എന്ന രീതിയിൽ തന്നെ ആയിരിക്കും തന്നെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു നല്ല കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. എനിക്ക് അതിനോട് ഇതുമില്ല. പക്ഷെ അഹാന പറഞ്ഞ കാര്യങ്ങളോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. അതേപോലെ ഈ സിന്ധുകൃഷ്ണ കാണിച്ചു കൂട്ടുന്നത് അതും ഒരിക്കലും യോജിക്കാനാകത്തില്ല. അഹാന ഒരു വലിയ കാര്യം പറയുന്നുണ്ട്,
ഞങ്ങൾ ഇനി ചിലപ്പോ ഈ അമ്മാമ്മയടുത്തും ഈ തന്മയടുത്തൊന്നും മിണ്ടിയില്ലെന്ന് വരും, പക്ഷെ അത് ഇനി ആരും ഒന്നും എടുത്ത് പൊക്കിക്കൊണ്ട് വരാൻ പറ്റില്ല. എന്റെ പൊന്ന അഹാനെ, നിനക്ക് ഇത് എങ്ങനെ പറയാൻ സാധിക്കുന്നു? നിങ്ങൾ സമ്മതിക്കണം. നിങ്ങളുടെ സിന്ധു കൃഷ്ണ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അമ്മ. ഉം. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കണം അവിടെ. എനിക്ക് അത് ഓർത്തിട്ടാണ് അത്ഭുതം തോന്നുന്നത്. സ്വന്തം അമ്മയെ പറ്റി പറയാൻ നേരത്ത് മകൾ അവിടെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു. അത് ശരിക്കും ഒരു അത്ഭുതം തന്നെ കേട്ടോ. എന്തായാലും ഒരു കാര്യം പറയാം, നിങ്ങൾക്കൊക്കെ വാർദ്ധക്യം എന്നൊരു സംഭവം ഉള്ളതാ. ആ പ്രായം നിങ്ങൾക്കും വരും. എന്നും ഈ യങ് ഏജിൽ കുറെ എപ്പോഴും ഇനി യങ് ഏജിൽ തന്നെ ഇരിക്കത്തില്ല. നമുക്കും ഉണ്ടാവും 80കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുറെ പണം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ പറയുന്നുണ്ടല്ലോ, അമ്മാവ് പറയുന്നുണ്ടല്ലോ, അവർക്ക് ഒരു ഒരു കുറെ അത്യാവശ്യം നല്ല ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഫാമിലിയാ. കൊട്ടാരം പോലത്തെ ഒരു വീടുണ്ട്, 5 മുറികളൊക്കെ ഉള്ള വീടുണ്ടെന്നൊക്കെയാണ് പറയണത്. പക്ഷെ ഫിനാൻഷ്യലി മാത്രം സ്റ്റേബിൾ ആയിട്ട് കാര്യമില്ല. ഇതുപോലെ നമുക്കൊരു പ്രായത്തിന്റെ ഒരു സമയം വരുമല്ലോ, ആ ടൈമില് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരാണ് കൂടെ വേണ്ടത്. ഇപ്പൊ ആ അമ്മ അനുഭവിക്കുന്ന ഒരു വേദന ഉണ്ടല്ലോ, സ്വന്തം മക്കളാരും കൂടെ ഇല്ല എന്നൊരു വേദന. അവരെന്തെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞേക്കണം എന്ന് വിചാരിക്കണം. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ഈ ഇറ്റലിയിലൊക്കെ താമസിക്കുന്നവരെ. അവരുടെ ഈ പ്രായമായവരുടെ കൂടെ ഈ അവരെ മക്കളൊന്നും നിൽക്കില്ല. പക്ഷെ മക്കൾ വന്ന് എപ്പോഴും വന്ന് അന്വേഷിച്ചിട്ടൊക്കെ പോകും. അപ്പൊ ഇവര് പ്രായമായവരെ നോക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് മെയ്ഡ്സിനെ വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വെക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ അമ്മയ്ക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും വരരുത്, ഹോം നേഴ്സുമാരെ വെക്കുന്നതാണ്. പക്ഷെ ഇവരെപ്പോഴും വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചും കണ്ടും പോവുകയും ചെയ്യും. ആ ഒരു രീതിയിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ടൈം ആകുമ്പോഴത്തേക്കും ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും വന്ന് പറയാറുണ്ട്, ഓ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പ്രായ ആൾക്കാർ, നല്ല ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഉള്ളവര്, ഭയങ്കര ബുദ്ധിമുട്ടാന്ന് അവർ പറയണ്ടത്. പക്ഷെ അങ്ങനെയാണ് എല്ലാവരും. പ്രായമായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാ. എന്നുവെച്ചാൽ അവർക്ക് അവരുടേതായ ഒരു മെന്റൽ സ്ട്രെങ്ത് ഞാൻ പറഞ്ഞില്ല, അത് ഉണ്ടാവില്ല. അത് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് പോലും ഈ സിന്ധു കൃഷ്ണയ്ക്കും ഈ പറയുന്ന അഹാനയ്ക്കും ആ കുടുംബത്തിന് ഇല്ലല്ലോ എന്ന് ഓർക്കാൻ നേരത്ത് പുച്ഛം തോന്നണം. നിങ്ങളോട് പുച്ഛം. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരോടും എനിക്ക് പുച്ഛം തോന്നുന്നത്. കാരണം നിങ്ങളുടെ വീട്ടിലും നിങ്ങളും, ഇപ്പൊ ഞാനാണെങ്കിലും നാളെ ഇതേ ഒരു അവസ്ഥയിൽ വരേണ്ട ഒരാളാ. ആ അവസ്ഥയില് എനിക്കും ഇതേപോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവും. അന്നേരം എന്റെ കൂടെ ആരൊക്കെ ഉണ്ടാകും, എന്തുണ്ടാവും എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് എന്റെ പേരൻസിന് ഇങ്ങനെ ഒരു സാഹചര്യം വരാൻ നേരത്ത് അവരുടെ കൂടെ അവരെ മനസ്സിലാക്കി നിൽക്കണം എന്നാണ് എന്റെ ആഗ്രഹം. എന്റെ ഫാദറൊക്കെ ഉണ്ട്, എന്റെ ഫാദറിന്റെ മദറൊക്കെ ഉണ്ട്. അവരൊക്കെ ഇപ്പോഴും ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തൻ്റെ ഇടവും ഭയങ്കര വാശിയുമെല്ലാം പണ്ടത്തെ ചെറുപ്പകാലത്തിനേക്കാളും കൂടിയെന്നാണ് എൻ്റെ അച്ഛനൊക്കെ എപ്പോഴും പറയുന്നത്. യാതൊരുവിധ മാറ്റില്ല. അവർക്ക് ഇത്തിരി കൂടി കൂടുതലാവുമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും അങ്ങനെ പറയാം, എല്ലാ ഗ്രാൻഡ് പാരൻസും അങ്ങനെ തന്നെയാണ്. അതിനെയാണ് ഈ പറയുന്ന ഈ ഇവര് വന്നിട്ട് ഇങ്ങനെ കിടന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അച്ഛന് ഇതുപോലെ തന്നെ അമ്മ സ്വന്തം അമ്മേനെ കുറിച്ച് അമ്മ ഇങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം അച്ഛൻ പറയും. പക്ഷെ ഞങ്ങളെ കൊണ്ട് ആരും എൻ്റെ അച്ഛൻ പറയാൻ സമ്മതിക്കത്തില്ല. അങ്ങനെയാണ് മക്കളെന്ന് പറഞ്ഞാൽ അങ്ങനെയാ. അല്ലാതെ ഈ സിന്ധു കൃഷ്ണനെ പോയിട്ട് നീ പറയൂ ബാക്കിയുള്ളതും കൂടി പറ, അങ്ങനെയല്ല മക്കള്. ഇത് എന്ത് സ്ത്രീയാന്ന് ഞാൻ വിചാരിക്കേണ്ടത്. അതും ഒരു പെൺമക്കൾക്ക് പാരന്റ്സിനോട് പ്രത്യേകതരം അടുപ്പമുണ്ടാവും. അത് അവരെ ചെറുപ്പം മുതൽ സംരക്ഷിച്ചാലും ഇല്ലെങ്കിലും അതുപോലും ഇല്ല. ഇനി ഹാരിനെ സപ്പോർട്ട് ചെയ്യണവര് സപ്പോർട്ട് ചെയ്തോളൂ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത് പറയാലോ. ഞാൻ ഈവൻ സിന്ധു കൃഷ്ണനെ കുറ്റപ്പെടുത്താതെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് ഇങ്ങനെ വന്ന് പറയാനൊരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് അഹാനകൃഷ്ണ തന്നെയാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രായമുള്ളൊരു മനുഷ്യന്റെ ചിന്താഗതി എന്തെന്ന് മനസ്സിലാക്കാൻ പോലുമുള്ള ഒരു മനസാക്ഷി പോലും ഇല്ലാത്ത ഇവരെയൊക്കെ പിന്നെ നമ്മൾ എന്ത് പറയാനാ?